റൂമിൽ വെച്ച് സച്ചിയോട് ദേഷ്യപ്പെടുകയാണ് രേവതി. ഇപ്പോൾ എന്തിനാ നീ ബഹളം വയ്ക്കുന്നേന്ന് സച്ചി ചോദിക്കുമ്പോൾ, എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ, എന്നെ കല്യാണം കഴിച്ചതോടെ നിങ്ങൾ ജയിലിലായതുപോലെയാണെന്ന് നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ. എന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തിനാ ദിവസവും എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുവാണ് രേവതി. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്, നീയും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ സച്ചി പറയുമ്പോൾ, അതെ, പക്ഷേ എല്ലാം മറന്ന് ഞാൻ ജീവിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തി വീണ്ടും കഷ്ടപ്പെടുത്തുവാണ് എന്നൊക്കെ പറയുവാണ് രേവതി. അത് നീ സൗണ്ട് കുറക്ക്, എന്നെ താലി കെട്ടാൻ പറ്റില്ല എന്ന് അന്ന് പറയണമായിരുന്നു, അപ്പോൾ നിന്റെ സൗണ്ടൊക്കെ എവിടെ പോയി? അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞൂടായിരുന്നോ? നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? അങ്ങനെ രേവതി ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയാ സമ്മതിച്ചത്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്. എന്നാലേ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ സമ്മതിച്ചെന്ന് രേവതിയും പറയുകയാണ്. നിനക്ക് കരയണമെന്ന് തോന്നുന്നുണ്ടെങ്കിലേ ഈ വീടിന്റെ പുറത്തു പോയി കരയ്. അങ്ങനെ സച്ചി പറഞ്ഞപ്പോ, ഞാൻ എന്തിന് കരയണം? എത്ര നാള് ഞാൻ കരയണം? ഞാൻ എന്താ കരയാനാണോ ഈ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ് രേവതി. നീ ഈ വീട്ടിൽ വേണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട്, അപ്പൊ ഞാൻ ഇവിടുന്ന് പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഞാൻ ഈ വീട്ടിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നൊക്കെ രേവതി പറയുവാണ്. നീ ഇവിടെയുള്ളത് ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ മുന്നിൽ ഇങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിക്കാനേ എൻ്റെ അച്ഛനും മുത്തശ്ശിക്കും മാത്രമേ അനുവാദമുള്ളൂ. നീ വളരെ ഓവറായി സംസാരിക്കുന്നുണ്ട്, ഇതോടെ നിർത്തിക്കോ എന്ന് പറഞ്ഞ് സച്ചി ചൂടാവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പോലും അധികാരമില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര അധികാരത്തോടെ എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നേ? എപ്പോഴും ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് നിങ്ങൾ പറയുമല്ലോ. അതൊക്കെ എന്ത് അധികാരത്തിലാ നിങ്ങൾ പറയുന്നേ? എന്നോട് ദേഷ്യപ്പെടാനും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ കുറ്റം പറയാനും എന്ത് അധികാരം നിങ്ങൾക്കുള്ളത്? ഞാൻ കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല, അതല്ല നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ രേവതി പറയുമ്പോൾ, ഇപ്പം നിനക്ക് എന്താ വേണ്ടത് എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞേക്ക്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. അല്ലാതെ നിങ്ങൾക്ക് ഭാരമായി ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കാരണം നിങ്ങൾക്കൊരു തലവേദനയും വേണ്ട, ഇപ്പൊ തന്നെ പോയിക്കോളാം. നിങ്ങൾ പറയ്, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോണോ? അങ്ങനെ രേവതി ചോദിക്കുമ്പോൾ, നിന്നോട് ആരാ ഇപ്പോൾ പോകാൻ പറഞ്ഞത്? നീ പോയാ അച്ഛൻ എന്നെയാ വഴക്കു പറയാ, എന്നിട്ട് എന്നോട് പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറയും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അച്ഛൻ്റെ വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പോകരുതെന്ന് പറയുന്നതല്ലേ? അച്ഛനെ പേടിച്ച് നിങ്ങൾ എന്നെ വീട്ടിൽ പിടിച്ചു നിർത്തുന്നു, അല്ലെങ്കിൽ എപ്പോഴേ നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെ എന്നൊക്കെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട്.